നമസ്കാരം. 90,000 കിലോമീറ്ററിൽ പരം ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് 4 വർഷമായിട്ട് ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ ഒരു എമൗണ്ട് ഞാനിപ്പോൾ പറയാം. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ സ്വദേശിയാണ്. ടാറ്റ സഫാരിയാണ് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പൊതുവേ നമുക്ക് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ മെയിൻ്റനൻസിനെ പറ്റിയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതെങ്ങനെ മേച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ കാര്യങ്ങളാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിനെനിക്ക് വന്നിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7,000 രൂപയാണ്. 90,000 കിലോമീറ്റർ 4 വർഷം കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള പൈസ 7,000 രൂപയാണ്. ബാക്കി നോർമൽ സർവീസും അതോടൊപ്പം തന്നെ മേജർ സർവീസും 7,500 നോർമൽ ചെക്കപ്പ്, അതുപോലെ തന്നെ 15,000 കിലോമീറ്ററിലെ 1 ഇയറിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മേജറായിട്ടുള്ള ഒരു സർവീസ്. അതിന് നോർമൽ ചെക്കപ്പിന് വരുന്നത് 7,500 കിലോമീറ്ററിൽ വരുന്നത് എനിക്ക് 6 മാസം ആവുന്നതിന് മുമ്പ് എൻ്റെ കിലോമീറ്റർ ആവാറുണ്ട്. അപ്പോൾ അതിന് വരുന്നത് ഒരു 3,500 മുതൽ 4,500 രൂപ വരെയാണ് മാക്സിമം വരുന്നത്. അതുപോലെ മേജറായിട്ടുള്ളതിന് വരുന്നത് ആവറേജ് വരുന്നത് 15,500 ആ രീതിയിലാണ്. ഇപ്പം 90,000 കിലോമീറ്ററിൻ്റെ ചെയ്ത സമയത്ത് 16,900 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൊരു എമൗണ്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട്, അതായത് വെറും 7,000 രൂപ. അത് 2 പ്രാവശ്യം ഹീറ്റർ പ്ലഗ് മാറ്റേണ്ടി വന്നു. 1,900 രൂപയാണ് ഒരു ഹീറ്റർ പ്ലഗിന്. അങ്ങനെ 2 പ്രാവശ്യം അത് മാറ്റി. അതുപോലെ ഹാൻഡ് ബ്രേക്കും. പക്ഷേ ഹീറ്റർ പ്ലഗെല്ലാം കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കിലോമീറ്ററോളം ഇത് ഓടിക്കാം. പക്ഷേ ഇതിന് വാണിംഗ് ലൈറ്റ് ഇതിൽ കാണുന്ന സമയത്ത് നമുക്ക് പിന്നെ ഓടിക്കാൻ തോന്നില്ല. അത് പെട്ടെന്ന് തന്നെ ശരിയാക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ വഴിക്കാവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇതേവരെ വന്നിട്ടില്ല. ഇനി ഇത്ര നാൾ ഓടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു കണക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ നോർമൽ സർവീസിന് മാത്രമാണ് നമുക്ക് കയ്യിൽ നിന്ന് പൈസ എക്സ്ട്രാ എന്നുണ്ടെങ്കിൽ അത് സാധാ ഏതൊരു വണ്ടിക്കുള്ളതാണല്ലോ. അപ്പോൾ അതല്ലാതെ വന്നിട്ടുള്ള വളരെ മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനമാണ് ടാറ്റ സഫാരി. ഓക്കെ, നമസ്കാരം.